കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ പിങ്കിയുടെ മോഹിനിയുടെ അടുത്ത് വന്നിട്ട് പവിത്രമാണ്. ഇന്നലെ നന്ദേച്ചി എവിടെയാ കിടന്ന് ഉറങ്ങിയാന്നറിയാവോ? നന്ദേച്ചി ഗാദേച്ചിയുടെ മുറിയിലാന്ന് പറയണ. പെട്ടെന്ന് പിങ്കിക്ക് വന്നി അതിനകത്ത് എന്തോ ഒരു പന്തികേടുണ്ടല്ലോ. അങ്ങനെ നന്ദ പോയി കിടന്ന് ഉറങ്ങണമെങ്കിൽ ഒരു പക്ഷെ നന്ദേനെ മുറിയിൽ നിന്ന് പുറത്താക്കി കാണണം ഗൗതം. അപ്പൊ അവര് തമ്മിൽ വഴക്കായി കാണുന്നറിയാം. മോഹിനി പറഞ്ഞു അവളുടെ കയ്യിൽ പത്രം നല്ലതാണോ ആണല്ലോ, ഇറക്കി വിടാത്തൊരു ഇറക്കി വിട്ടു പോകുന്നു പറയണം. പക്ഷെ അതൊന്നും അല്ല ചെറിയമ്മേ, എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ഇതെന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് ശരിയാ കണ്ടുപിടിക്കണം. അധികം വൈകാതെ തന്നെ എന്തേലും കള്ളത്തരം ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കേണ്ട വരും. ബാ എന്ന് പറഞ്ഞു മൂന്ന് പേരും കൂടെ അങ്ങോട്ട് ചെല്ലുവാണ്. ഈ സമയത്ത് നന്ദ അവിടെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇതെന്ന് നോക്കിയേ, നന്ദ എന്തോ ചിന്തിച്ചുകൊണ്ട് നിൽക്കുക. അതിനർത്ഥം എന്താ, എന്തോ വലിയ പ്രശ്നം ഇന്നലെ മുറിയിലുണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുക. ഒരു കാര്യം ചെയ്യാം, നമുക്ക് പോയി ചോദിച്ചു നോക്കിയാലെന്ന് ചോദിക്കണം. പിങ്കി പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും കൂടെ ചെല്ല്. ഇപ്പൊ എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ അവളെ ചിലപ്പോ ഒന്നും പറഞ്ഞില്ല എന്ന് വരുമെന്ന് പറയണം. ഞാൻ പുറകെ വരാന്ന് പറയാം. അങ്ങനെ പവിത്ര മോഹിനിയോട് ചിന്തിച്ച് എന്താ നന്ദമോളെ എന്തു പറ്റി, മോൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കണേ. എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ എന്തു പറ്റി, മോള് വല്ലാതിരിക്കണേ, എന്താ ചിന്തിച്ചോണ്ടിരിക്കണേ? എനിക്കൊരു പ്രശ്നമില്ലെന്ന് പറഞ്ഞില്ലേന്ന് ചോദിക്കണം. പെട്ടെന്ന് പവിത്ര ചോദിച്ചു അല്ല നന്ദേച്ചി എന്തിനാ പിന്നെ ഇന്നലെ ഗാദേച്ചിയുടെ മുറിയിൽ പോയി കിടന്നേന്ന് ചോദിക്കുക. നന്ദി നോക്കി പവിത്രയോട് ആരാ പറഞ്ഞേ? ഇതൊക്കെ ഞാൻ അറിഞ്ഞെന്ന് പറയാണ്. നന്ദേച്ചി ഇന്നലെ കിടന്നുറങ്ങിയത് അവിടെയാണെന്ന് മനസ്സിലായി. ഗൗതം സാറ് നന്ദേച്ചിനെ മുറിയിൽ നിന്ന് ഇറക്കി വിട്ടെന്ന് ചോദിക്കുകയാണ്. ഒരു നിമിഷം നന്ദ ഇങ്ങനെ നിന്നു. അല്ല പവിത്ര എന്തിനാ ഇതൊക്കെ അന്വേഷിക്കണമെന്ന് ചോദിക്കുകയാണ്. ഈ സമയം പിങ്കി അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു അല്ല ഈ കുടുംബത്തിലെ കാര്യങ്ങളെ നിങ്ങൾ അറിയണമല്ലോ, എല്ലാരും അറിയുന്നു. ഇന്ന് വരെ ആരും അങ്ങനെ രഹസ്യങ്ങളൊന്നും ഒളിപ്പിച്ചു വെച്ചിട്ടില്ല. അപ്പൊ ഗൗതവും നന്ദയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിനുള്ള തീരുമാനം എടുക്കണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാ ചോദിച്ചെന്നുണ്ട. ഓഹോ, അപ്പൊ അതിന് വേണ്ടിയിട്ടാ പിങ്കി ഇങ്ങോട്ട് വന്നല്ലേന്ന് ചോദിക്കുകയാണ്. നന്ദയ്ക്ക് മനസ്സിലായി പിങ്കിയുടെ വരവിന്റെ ഉദ്ദേശം എന്താന്നുള്ളത്. നന്ദ പറഞ്ഞു ഞാനും ഗൗതം സാറും തമ്മിൽ പല പല പ്രശ്നങ്ങളും കാണും, അതിനകത്തൊന്നും നിങ്ങൾ ഇടപെടേണ്ട ആവശ്യമില്ലെന്ന് പറയണം. ഈ സമയം മോഹിനി വന്നിട്ട് ചോദിച്ചു അതെന്താ നന്ദ നീ അങ്ങനെ പറഞ്ഞത്? എന്നാ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിൽ ഞങ്ങൾ ഇടപെടണ്ടേ? അല്ലിപ്പം നന്ദേനെ മുറിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കാരണം കാണൂലോ, അതെന്താന്നല്ലേ ചോദിച്ചോളൂ എന്ന് പറയണം. അതിൽ ഇടപെടണ്ടെന്നാ പറഞ്ഞത്, മനസ്സിലായല്ലോ എന്ന് പറയാം. പെട്ടെന്ന് പവിത്ര വെച്ചു അതെന്തിനാ എന്റെ അമ്മയോട് അങ്ങനെ പറഞ്ഞേ? എന്റെ അമ്മയ്ക്ക് ഈ വീട്ടിൽ അവകാശങ്ങളൊക്കെ ഉള്ള ചോദിക്കാനുള്ള അധികാരമുണ്ട്, എന്റെ അമ്മയോട് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല എന്ന് പറയാം. ഓഹോ അങ്ങനെയാണോ? അതെനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അന്നൊരു കാര്യം ഓർത്തോ, എന്റെ കാര്യത്തിൽ ഇവരാരും ഇടപെടാൻ വേണ്ട. അരുണിന്റെ കാര്യത്തിലും അതോടൊപ്പം തന്നെ പവിത്രയുടെ കാര്യത്തിലും ഒക്കെ മോഹിനി ചെറിയമ്മ ഇടപെട്ടോട്ടെ, പക്ഷെ എന്റെ കാര്യത്തിൽ ഇടപെടാൻ വരണ്ടെന്ന് പറയാം. പെട്ടെന്ന് പിങ്കി പറഞ്ഞു ഓ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളല്ലേ, ഓ നീ വലിയ ആളായിരിക്കും അല്ലേ എന്ന് പറയുവാണ്. ഈ സമയത്ത് അങ്ങോട്ട് ലക്ഷ്മിയമ്മ വന്ന് ലക്ഷ്മിയമ്മ ചോദിച്ചു ഇവിടെ എന്താ ഒരു പ്രശ്നം, എന്തിനാ ഇവിടെ എല്ലാരും കൂടെ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്ന ചോദിക്കണം. പവിത്ര പെട്ടെന്ന് പറഞ്ഞു ഈ നന്ദേച്ചി ഉണ്ടല്ലോ, ഈ നന്ദേച്ചി എന്റെ അമ്മയോട് പറയാ നന്ദേച്ചിയുടെ ഗൗതമേട്ടന്റെ കാര്യത്തിലൊന്നും ആരും ഇടപെടാനുണ്ടെന്ന്. പാവം എന്റെ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായെന്ന് പറയാ. എന്താ മോഹിനി എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. എന്ത് പറ്റാനാ എന്റെ ലക്ഷ്മി അടുത്തി, ഇന്നലെയാണെങ്കിൽ ഗാഥയുടെ റൂമിലാ നന്ദ കിടന്ന്, ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോ എന്താ പ്രശ്നം, നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടോ, ഒന്ന് പറയാൻ പറഞ്ഞാനാ ഇമ്മാതിരി എന്നെ ചാടിക്കടിക്കാൻ വന്നേന്ന് പറയണം. പിങ്കി പറഞ്ഞു അതിന് അവള് പറഞ്ഞ എന്താ, ഒരു കാര്യത്തിൽ ഇടപെടാൻ വരണ്ട അങ്ങനെയൊക്കെ. ഇത് കേട്ടപ്പം ലക്ഷ്മമ്മ ഒന്ന് നന്ദിയോടിച്ചു എന്താ നന്ദമോളെ ഇത് എന്ത് പറ്റി നിനക്ക്, എന്താ കാര്യം, എന്താ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കിയോന്ന് ചോദിക്കണം. ഗൗതമോനും നന്ദമോളും നമ്മൾ വഴക്കുണ്ടാക്കിയോന്ന് ചോദിക്കണേ. വഴക്കൊന്നും ഉണ്ടാക്കില്ലമ്മേ. പിന്നെ എന്താ ഇവര് പറഞ്ഞേ ഇന്നലെ ഗാഥയുടെ മുറിയിലാ കിടന്നേന്ന്, മോളെ ഇറക്കി വിട്ടെന്നൊക്കെ പറഞ്ഞു, ശരിയാണോന്ന് ചോദിക്കണം. ഇറക്കി വിട്ടൊന്നും ഇല്ലമ്മേന്ന് പറയണം. പിങ്കി പറഞ്ഞ് കള്ളത്തരം പറയുന്ന ഇവളല്ലേലും പണ്ടേ മിടിക്കുക കള്ളത്തരം പറയാനായിട്ടെന്ന് പറയണം. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അനാവശ്യമായിട്ട് എന്റെ കാര്യത്തിൽ ഇടപെടാൻ പറ്റില്ലെന്ന് പറയണേ. ഇതാ പറഞ്ഞത്, നമ്മൾ എന്തേലും പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ അത് അനാവശ്യമാണെന്ന് തോന്നും. പെട്ടെന്ന് നന്ദ പറഞ്ഞു അമ്മ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്, ടെൻഷൻ അടിക്കാൻ പാകത്തിനൊന്നും ഇല്ല. ഞാൻ ഇന്നലെ എന്നെ ഇറക്കി വിട്ടിട്ടല്ല മുറിയിൽ നിന്ന് പോയത്, ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം പോയതെന്ന്. അല്ല എന്തുകൊണ്ടാ മോൾ അങ്ങനെ പോയതിനൊരു കാരണം കാണത്തില്ലേ? അത് പിന്നെ ഇന്നലെ ഗൗതം സാർ നന്നായിട്ട് മദ്യപിച്ചിട്ടാ അമ്മ വന്നേന്ന് പറയണം. മദ്യപിച്ചിട്ടാ? അതെ. പെട്ടെന്ന് മോഹിനി ഓ ഇതാണോ വലിയ കാര്യം, രണ്ടെണ്ണം അടിച്ചിട്ട് വന്നോർത്തോണ്ട് ഇതിന് മാത്രം പ്രശ്നമുണ്ടോ, മുറിയിൽ നിന്ന് ഇറങ്ങി പോകേണ്ട ആവശ്യമുണ്ടോ പെണ്ണുങ്ങളെന്ന് ചോദിക്കുകയാണ്. നന്ദ പറഞ്ഞു ഇതുവരെയായിട്ടും ഗൗതം സാർ മദ്യം കൈ കൊണ്ട് തൊടാത്ത ആളാ, ഇന്നലെ നന്നായിട്ട് ഫിറ്റായിട്ട് വന്നു. ആ സമയത്ത് എനിക്ക് ഗൗതം സാറിനോട് സംസാരിക്കാനോട്ട് ഒത്തിരി താല്പര്യമില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പോയെന്ന് പറയണം. പെട്ടെന്ന് ലക്ഷ്മി ഇതാണോ കാര്യം, അതൊന്നും കുഴപ്പമില്ല കേട്ടോ മോള് സങ്കടപ്പെടണ്ടെന്ന് പറയണം. ഇത് ഇത്രയുള്ള കാര്യം എന്ന് പറയണം. ഇതും പറഞ്ഞിട്ട് നന്ദി അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് തന്നെ പിങ്കി വന്നിട്ട് ലക്ഷ്മിയമ്മയോട് ചോദിച്ചു അല്ല ലക്ഷ്മിയമ്മയ്ക്ക് നന്ദ പറഞ്ഞെല്ലാം വിശ്വാസമായെന്ന് ചോദിക്കാം. അതെന്താ അങ്ങനെ പറഞ്ഞ്?
അതിനകത്ത് എന്തോ കള്ളത്തരമുണ്ട്. അവൾ പഠിച്ച കള്ളിയാ. അവൾ പ്ലേറ്റ് മാറ്റി വെച്ചാ ഇതിനകത്ത് വേറെ എന്തോ ഒരു കാര്യം ഉണ്ടെന്ന് പറയണേ. ഇതിനകത്ത് വേറെ എന്താ കാര്യം ഇരിക്കുന്നേ? അല്ല, ഗൗതം അങ്ങനെ കുടിച്ചിട്ട് വേണമെങ്കിൽ അതിന് കാരണം കാണത്തില്ലേ? അത് മാത്രല്ല, ഇവളെന്തോ ഒരു കള്ളത്തരം കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ അവളെ മുറിയിൽ നിന്ന് ഇറക്കി വിട്ടെ. പക്ഷെ അത് അംഗീകരിക്കാനായിട്ട് അവൾക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് ലക്ഷ്മി അമ്മയോട് നമ്മളോട് എല്ലാവരും കള്ളത്തരം പറഞ്ഞിരിക്കാന്ന് പറയണേ. ദേ പിങ്കി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാട്ടോ, വെറുതെ ഇല്ലാത്ത കഥകളൊന്നും ഉണ്ടാക്കണ്ട. അവരുടെ കാര്യത്തിൽ നീ കൂടുതൽ ഇടപെടാനും പോണ്ട. അവരെങ്ങനെയായാലും എന്തേലും ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മിയമ്മ അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് പിങ്കി പറഞ്ഞു, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ട് ചെറിയമ്മേ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, അവള് കള്ളത്തരം പറഞ്ഞിട്ട് പോയത് കണ്ടില്ലേ? ഗൗതം അങ്ങനെ കുടിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഗൗതമിന്റെ മനസ്സിൽ എന്തോ ഒരു കാര്യമുണ്ട്. അതുകൊണ്ടാന്ന് പറയാം. ഈ സമയം ലക്ഷ്മിയമ്മ നേരെ നന്ദയുടെ അടുത്തേക്ക് ഇല്ലുവാണ്. നന്ദയുടെ എന്താ മോളെ, ഇനി നീ എന്തിനാ ഇങ്ങനെ വീണ്ടും സങ്കടപ്പെട്ടിരിക്കുന്നേ? കഴിഞ്ഞത് കഴിഞ്ഞില്ലേ എന്നിരിക്കണം. ഇല്ല ലക്ഷ്മിയമ്മ, ആ കുടിച്ചിട്ട് വന്നു കഴിഞ്ഞിട്ടിപ്പം എന്തോ എനിക്ക് ഗൗതം സാറിനെ കണ്ടിട്ട് വല്ലാത്ത സങ്കടം വന്നു. ഇതുവരെയായിട്ട് അങ്ങനെയും ചെയ്തിട്ടില്ലല്ലോ. മോളെ എന്നോർത്ത് വിഷമിക്കണ്ട. അതിന് ചിലപ്പോൾ എന്തെങ്കിലും ടെൻഷൻ കാണുമെന്നേ. ഓഫീസിൽ നൂറ് ടെൻഷനുകളായിട്ടായിരിക്കില്ലേ. പക്ഷെ ഇതിനു മുമ്പ് ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ. പക്ഷെ ഇങ്ങനെയൊന്നും മദ്യപിച്ചിട്ടില്ല. ഒരു കാര്യം എനിക്ക് ഉറപ്പായി, ഗൗതം സാറിന്റെ ഉള്ളിൽ എന്തോ ഒരു ടെൻഷൻ ഉണ്ട്. ആ ടെൻഷൻ കാരണം ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ. അതെന്താന്ന് ലക്ഷ്മിയമ്മ ഒന്ന് ചോദിച്ചു നോക്കണം. ഇല്ലെങ്കിൽ ഒരു പക്ഷേ നാളെ അത് വലിയ പ്രശ്നമായിട്ട് മാറുമെന്ന് പറയണം എന്ന് പറഞ്ഞ് നന്ദ അങ്ങോട്ട് പോയി. ഇപ്പം ലക്ഷ്മിയമ്മ ആ പാടെ ഒരു ടെൻഷനായി. എന്താണെന്ന് ഓർത്തുണ്ട്. പിന്നീട് നന്ദ നേരെ അടുക്കളയിലേക്ക് എല്ലുവാണ്. അടുക്കളയിലേക്ക് എന്നിട്ട് ഗൗതമിനുള്ള ചായയൊക്കെ ഉണ്ടാക്കി. ഈ സമയം ഗാഥ അങ്ങോട്ട് വരുന്നേ. ഗാഥയോട് പറഞ്ഞു, മോളൊരു കാര്യം ചെയ്യുക, ഈ ചായ കൊണ്ട് ഗൗതം സാറിന് കൊടുക്കാൻ പറയണം. ഞാനോ? എനിക്ക് പേടി, ഞാൻ കൊണ്ടേ കൊടുക്കില്ല. മോളെന്തിനാ പേടിക്കുന്നേ? മോളുടെ ഏട്ടനല്ലേ, മോള് ധൈര്യമായിട്ട് കൊണ്ടേ കൊടുക്കുക. മോളെ ഒന്നും പറയത്തില്ല, മോൾ അങ്ങ് ചെല്ലാൻ പറയണം. അങ്ങനെ ഗാഥയുടെ കൈ കൊടുത്തു വിടുകയാണ്. ഈ സമയം ഗൗതം ആകെപ്പാടെ തലയ്ക്ക് കൈ കൊടുത്ത് ഭ്രാന്ത് പിടിച്ചൊരു അവസ്ഥ ഇരിക്കുകയാണ്. അപ്പം ഗാഥ വന്നിട്ട് പറഞ്ഞു, ഗൗതം സാർ ചായ എന്ന് പറയാണ്. പെട്ടെന്ന് ഗൗതം തിരിഞ്ഞു ചോദിച്ചു, അല്ല നിന്നോട് ഞാൻ ചായ കൊണ്ടുവരാൻ പറഞ്ഞോ? അല്ല ഞാൻ പറഞ്ഞു എനിക്ക് ചായ വേണമെന്ന് എന്ന് പറഞ്ഞ് ഗൗതം ഭയങ്കര റേസ് ആകുവാണ്. ഗാഥയുടെ നേരെ നോക്കി. ഗാഥ പറഞ്ഞു, അല്ല പിന്നെ ഞാനിത് പിന്നെ എന്തിനാ നീ ഇതും പൊക്കി പിടിച്ചോണ്ട് വന്നേ? എനിക്ക് ചായ കൊണ്ടുവരാനായിട്ട് ഇവിടെ എൻ്റെ ഭാര്യയുണ്ട്, അല്ലെങ്കിൽ എൻ്റെ അമ്മയുണ്ട്. അവർ ചെയ്യേണ്ട ജോലിയൊന്നും നീ ചെയ്യേണ്ട ആവശ്യമില്ല. പറഞ്ഞു കേട്ടല്ലോ, മേലാല് എന്റെ കാര്യത്തിൽ ഇതുപോലെ ഇടപെടലുമായിട്ട് നീ എൻ്റെ കൺമുന്നിൽ കണ്ടുപോയേക്കണെന്ന് പറയാണ്. ഗൗതം സാർ, ഞാൻ നന്ദേച്ച് തന്നു വിട്ടാ കൊടുത്തുവിടാൻ. അതെന്താ അവൾക്ക് കയ്യില്ലായിരുന്നോ? അവൾക്ക് കൊണ്ടേ തരാമല്ലായിരുന്നോ? പിന്നെ എന്തിനാ നിന്നെ ഇങ്ങോട്ട് വിട്ടെ? ഒരു കാര്യം പറഞ്ഞേക്കാം, എന്റെ ജീവിതത്തിലോ എന്റെ കുടുംബത്തിന്റെ കാര്യങ്ങളോ മേലാൽ നീ നിന്റെ അമ്മ ഇടപെട്ട് പോയേക്കല്. ആരുമില്ലാത്ത ആണല്ലോ എന്ന് ഓർത്തോണ്ട് ഇവിടെ കയറ്റി കിടത്തി കഴിയുമ്പോൾ തലേ കയറി നിരങ്ങാൻ നോക്കുന്നു. മര്യാദയ്ക്ക് പൊക്കണം. ഇനി എന്റെ കൺമുന്നിൽ പോലും വന്നേക്കരുതെന്ന് പറയണം. ഗാഥയുടെ 2 കണ്ണുകളും നിറഞ്ഞൊഴുകുക. കയ്യിലിരുന്ന് ചായക്കപ്പ് പോലും വിറയ്ക്കുവാണ്. ഗൗതം വീണ്ടും ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കിയിട്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. വന്നിരിക്കുന്ന ചായയും പൊക്കി പിടിച്ചോണ്ട് അവള് ഇങ്ങനെയൊക്കെ ചായ കൊണ്ടെത്തന്ന് എന്നെ സോപ്പിടാന്ന് ഓർത്തായിരിക്കും ഇരിക്കുന്നില്ലേ? അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ലെന്ന് പറയണം. നന്ദ ഈ സമയത്ത് അങ്ങോട്ട് വന്നു. ഗാഥ എന്ത് ചെയ്യോ തിരിഞ്ഞ് അങ്ങോട്ട് പോയി കണ്ണടിച്ച് കാണിച്ചു. ഒന്നും കുഴപ്പമില്ല, സാരമില്ല, പോട്ടെ എന്നുള്ള രീതിക്ക് ഗാഥ അങ്ങ് പോയി കഴിഞ്ഞപ്പം നന്ദ വന്നിട്ട് ചോദിച്ചു, ഇതെന്താ ഗൗതം സാറ് ഇങ്ങനെ ചീപ്പായിട്ടുള്ള രീതി സംസാരിക്കുന്നേ? അല്ല, ഗൗതം സാറും കൂടെ കൂട്ടി പറഞ്ഞിട്ടല്ലേ അവരിങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ, പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പാവ കുട്ടി, അതിന്റെ മനസ്സ് എത്രമാത്രം വേദനിച്ചു കാണും. ഗൗതം സാറിന് ഒരു പെങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അവളോട് ഇങ്ങനെയൊക്കെ പെരുമാറുമെന്ന് ചോദിക്കുക. ഗൗതം പെട്ടെന്ന്, അതിനെനിക്ക് പെങ്ങളില്ലല്ലോ. അല്ല, ചായ കൊണ്ടേ കൊടുക്കാനൊക്കെയാണ് അവളെ ഏൽപ്പിച്ചിരിക്കുന്നേ. നിങ്ങള് 2 പേരില്ലേ? നീയുണ്ട്, പിന്നെ എന്റെ അമ്മയുണ്ട്, പിന്നെ എന്തിനാ അവളുടെ കൈ ചായ കൊടുത്ത് പറഞ്ഞു വിട്ടിരിക്കുന്നേ? ഓ, ഇനിയിപ്പൊ എന്റെ മനസ്സ് മാറ്റാനായിരിക്കും അല്ലേന്ന് ചോദിക്കാണ്. എന്താ ഗൗതം സാർ ഇങ്ങനെയൊക്കെ പറയണേ? ഗൗതം സാർ ഒരു കാര്യം ചെയ്യുക, സ്വന്തം അനിയത്തിയെ പോലെ കരുതിയിട്ടുണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ തീരുന്നുള്ളൂ. അനിയത്തിയായിട്ട് അവളെ കണ്ടുകൂടെന്ന് ചോദിക്കുകയാണ്. അനിയത്തിയായിട്ട്? അങ്ങനെ അനിയത്തിയായിട്ട് ഞാൻ കാണാം, പക്ഷെ വേറൊരു കണ്ടീഷൻ ഉണ്ടെന്ന് പറയാം. അല്ല, എന്താ കണ്ടീഷൻ? എന്താ? അവൾ എൻ്റെ അമ്മയുടെ വയറ്റിൽ പിറക്കണം. എൻ്റെ അമ്മയുടെ വയറ്റിൽ പിറന്നല്ലോ. അങ്ങനെയുള്ള ഒരുത്തിനും എനിക്ക് ഒരു കാരണവശാലും ഒരു കാലത്തും എൻ്റെ അനിയത്തിയായിട്ട് കാണാൻ പറ്റില്ല എന്ന് പറയാം. നന്ദയ്ക്ക് കാര്യം മനസ്സിലായത് കേട്ടല്ലോ. ഇനിയിപ്പോൾ ആ സ്ഥാനത്ത് ആരെയും കൊണ്ടുവരാനായിട്ട് ഞാൻ സമ്മതിക്കത്തുമില്ല. എനിക്ക് എൻ്റെ അമ്മയുടെ ജീവനും വലുത്, ആരെക്കാളും വലുത്. മനസ്സിലായെന്ന് ചോദിക്കുകയാണ്. നന്ദയ്ക്ക് സങ്കടം വന്നു. നന്ദ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവാണ്. ഗൗതം പിന്നെ ഭയങ്കര അസ്വസ്ഥനായിട്ട് അങ്ങോട്ട് ഇരിക്കുവാണ്. ഈ സമയത്ത് ലക്ഷ്മി അമ്മ അങ്ങോട്ട് വന്നു. ലക്ഷ്മി അമ്മ വന്നിട്ട് ചോദിച്ചു, നീ എന്ത് പരിപാടി ഗൗതമോനെ കാണിച്ചെന്ന് ചോദിക്കണേ? എന്താ അമ്മേ, കാര്യം എന്താ? ആ, ഗാതമോള് പാവം മുറിക്കകത്ത് പോയിരുന്ന് സങ്കടപ്പെട്ട് വല്ലാത്ത കരച്ചില്ല. അത് ചായയും കൊണ്ട് വന്നപ്പോ നീ എന്തിനാ അതിന് ചീത്ത പറഞ്ഞേ? അമ്മേ, ചായ കൊണ്ടുത്തരാനായിട്ട് ഇവിടെ അമ്മയില്ലേ, നന്ദയില്ലേ, പിന്നെ എന്തിനാ അവള് കൊണ്ടുത്തരുന്നേ? അവള് കൊണ്ടുത്തന്ന എന്താ കുഴപ്പമിരിക്കുന്നേ? അതെ, എന്റെ കാര്യത്തിൽ വേറെ ആരും കൈ കടത്തുന്ന എനിക്ക് ഇഷ്ടമില്ല. എനിക്ക് എന്റെ അമ്മ കൊണ്ടുത്തരുന്ന ഇഷ്ടം. എനിക്ക് എന്റെ അമ്മ കഴിഞ്ഞിട്ടോ വേറെ ആരേ ഉള്ളൂ. പക്ഷെ
ഇതൊന്നും കേട്ട് ലക്ഷ്മിയമ്മയ്ക്കൊന്നും മനസ്സിലായില്ല. ഗൗതം മനസ്സ് വെച്ച് പറയുന്ന കാര്യങ്ങളൊന്നും ലക്ഷ്മിയമ്മയ്ക്ക് അറിയത്തില്ലോ. എടാ ഒരു ചായ കൊണ്ട് തന്നിടത്ത് എന്താ കുഴപ്പമിരിക്കുന്നത്? നീ തന്നെയല്ലേ അവരോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞേ? എടാ ആരും ഇല്ലാത്തല്ലേ മോനെ ഗൗതം. അഭയാർത്ഥികളെ പോലെ അവരോട് കയറി വന്നപ്പം അവരുടെ കാര്യങ്ങളൊക്കെ നോക്കണം നമ്മളല്ലേ? നീയും കൂടെ പറഞ്ഞിട്ടല്ലേ മോനെ എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മിയമ്മ എന്ത് ചെയ്യാം, ഗൗതമിനെ ആശ്വസിപ്പിക്കാം. ഗൗതം പറഞ്ഞു, എനിക്ക് ആരും വലുതല്ല, എനിക്ക് ഏറ്റവും വലുത് എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മയുടെ ജീവിതമാണ് ഏറ്റവും വലുത്. എടാ അങ്ങനെ പറയരുത്. നിന്റെ അച്ഛന്റെ ജീവൻ രക്ഷിച്ച ആളുടെ അല്ലേ, ആളല്ലേ ഭാര്യയും മകളല്ലേ, അവരോട് നമുക്കൊരു കടപ്പാടില്ലേ? അങ്ങനെ അച്ഛന്റെ ജീവൻ രക്ഷിച്ചെങ്കിൽ ആ കടപ്പാട് അച്ഛൻ കാണിച്ചാൽ മതി. അല്ലാതെ അമ്മയോ ഞാൻ ആരും ആ കടപ്പാട് കാണിക്കേണ്ട ആവശ്യമില്ല. അച്ഛന് അത്രയ്ക്ക് കടപ്പാടുണ്ടെങ്കിൽ എന്നും പറഞ്ഞിട്ട് ഈ കുടുംബത്തിലുള്ളവരെല്ലാവരും അവരെ സഹിക്കേണ്ട ഒരു ആവശ്യമില്ലെന്ന് പറയാം. ഇതെന്താ ഗൗതമൻ നീ ഇങ്ങനെയൊക്കെ പറയണേ? നീ ഇങ്ങനെയൊന്നും ആയിരുന്നല്ലോ. ഇന്നലെ തന്നെ നീ നന്നായിട്ട് മദ്യപിച്ചേട്ടാ വന്നേന്ന് നന്ദമോള് വന്ന് പറഞ്ഞു. ആളെ ചീത്ത പറഞ്ഞെന്നും പറഞ്ഞു. നിനക്ക് എന്ത് പറ്റിയത്? നിന്റെ മനസ്സിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായാലോ? എന്തേലൂടെ തുറന്നു പറ. എനിക്കറിയാലോ നിന്റെ മുഖം ഒന്ന് വാടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കുന്ന ആള് ഞാനാ. എനിക്കറിയാം നിന്റെ മനസ്സിൽ എന്തോ ഒരു കരട് കയറി കൂട്ടുണ്ട്. എന്താ സുജാതേനെയും ഗാഥനെയും ഇപ്പൊ നിനക്ക് കാണാൻ വയ്യല്ലോ. അവരോട് നിനക്ക് എന്തേലും ഒരു പ്രശ്നമുണ്ടോന്ന് ചോദിക്കണം. എനിക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ലെന്നാണ്. പിന്നെ എന്താ കുഴപ്പം? അവളെ നീ നിന്റെ അനിയത്തിക്കുട്ടിയായിട്ട് കണ്ടാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ആരും ഇല്ലാത്തല്ലേടാ മോളെ, കയറി കിടക്കാൻ ഒരു ഇടം പോലും ഇല്ലാത്തൊരവസ്ഥയല്ല അവർ വന്നിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ളവരെല്ലാം കയറ്റി കിടത്താനുള്ള സ്ഥലമാണ് ഇത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നാളെ തന്നെ അവരെ ഇവിടുന്ന് പറഞ്ഞു വേണം, പറ്റുമെങ്കിൽ ഇന്ന് തന്നെ. ഇതെന്താ മോനെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ അല്ലേ അവരോട് നിർത്താൻ പറഞ്ഞേ? അതൊക്കെ ശരി തന്നെ, പക്ഷെ എനിക്ക് എൻ്റെ അമ്മയുടെ ജീവിതത്തിൽ മറ്റാരും ഇടപെടുന്ന എനിക്ക് ഇഷ്ടമില്ല. എനിക്ക് അവരെക്കാളും എല്ലാം വലുത് എൻ്റെ അമ്മയുടെ ജീവനാ, ഈ കുടുംബത്തിന്റെ അന്തസ്സാന്ന് പറയണേ. അതെന്താ മോനെ നീ അങ്ങനെയൊക്കെ പറയണേ? ഇതിന് മാത്രം പ്രശ്നം എന്താ ഉണ്ടായത്? അമ്മ കൂടുതലൊന്നും അറിയണ്ട, പറയുന്നെങ്കിൽ കേട്ടാൽ മതി. അമ്മ അവരോട് പോയി പറയണം, പറ്റുമെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ നാളെ തന്നെ ഇവിടുന്ന് മാറാൻ പറയണം. അതെങ്ങനെയാ മോനെ ഞാൻ ചെന്ന് പറയുന്നത്? എന്നൊരു കാര്യം ചെയ്യാം, ഞാൻ പോയി പറഞ്ഞോളാം അവരോട്. അയ്യോ അത് വേണ്ട, അവർക്ക് ഭയങ്കര സങ്കടമാവെന്ന് പറയാം. അന്ന് ഒരു കാര്യം കേട്ടോ, അവരെ അമ്മ ഇവിടുന്ന് പറഞ്ഞു വിടണം, ഇന്നല്ലെങ്കിൽ നാളെ തന്നെ. ഇല്ലെങ്കിൽ ഒരു കാരണവശാലും ഇനി ഞാൻ ഇവിടെ നിൽക്കത്തില്ല. ഞാൻ ഈ വീട്ടിലേക്ക് വരത്തില്ലെന്ന് ഗൗതം പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അതെന്നാ ലക്ഷ്മിയമ്മ നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.